ഹലോ കൂട്ടുകാരെ, വീഡിയോ ഒന്നും ഇപ്പോൾ ഇടാൻ പറ്റണില്ല. അപ്പോൾ അത് കാരണം ഞാൻ എൻ്റെ വീടും പരിസരവും ഒരു വട്ടം കാണിച്ചതാണ്. പക്ഷേ എൻ്റെ തൊടിയിലൊന്നും ഞാൻ കാണിച്ചിട്ടില്ലല്ലോ. ഇത് എൻ്റെ വീട് ഞാൻ ആദ്യം പറഞ്ഞു, ചെറിയൊരു ഓലപ്പര വെച്ച സ്ഥലമാണിത്. ഇപ്പോൾ ആകെ കച്ചറിയിട്ട് കിടക്കുകയാണ്. ഞങ്ങൾ ജോലിക്ക് പോകുന്നത് കാരണം നേരെ വെക്കാനൊന്നും ടൈം കിട്ടില്ല. അപ്പോൾ ഞാൻ വാഴയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വാഴ കുലച്ച് നിൽക്കുന്നുണ്ട്. ചെറിയൊരു നേന്ത്രവാഴ കുലച്ചതാണ്. ഒരു 4-5 ചേർപ്പുണ്ട്. അതാണിപ്പോൾ ഞാൻ വെച്ചതിൽ കായ്ച്ചിട്ടുള്ളത്. ബാക്കിയൊന്നും കായ്ച്ചിട്ടൊന്നുമില്ല. പിന്നെ അതാ ഈ കിണറുണ്ട് കേട്ടോ. കിണർ നല്ല കാലാകാലം വറ്റാത്ത കിണറാണ്. എൻ്റെ വീടും പരിസരവും ഒക്കെ ഇങ്ങനെയൊക്കെയാണ്. കാരണം ഞങ്ങൾ വലിയ വീടൊന്നുമല്ല, ചെറിയൊരു വാർപ്പിൻ്റെ വീടായിരുന്നു. പിന്നെ അതിൽ ഞാൻ ആദ്യം ചെയ്തതാണ് കിണർ. ഉണ്ടോ, കാലാകാലം വറ്റാത്തൊരു കിണറാണ്. നല്ല ആഴത്തിലാണ് വെള്ളം നിൽക്കുന്നത്. 24 കോല് താഴ്ചയാണിത്. ഇപ്പം അതിൻ്റെ മുകളിൽ ഈ പുളീൻ്റെ ഇലയൊക്കെ വീണിട്ടേ, അപ്പം ഞാൻ ഇരുമ്പിൻ്റെ നെറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പുറമെ സാധാ നെറ്റ് ഇട്ടതാണ്. പിന്നെ എൻ്റെ വീടാണിപ്പോൾ അത്. തേപ്പ് കഴിഞ്ഞിട്ടൊന്നുമില്ല, സൈഡ് ഒന്നും തേച്ചിട്ടില്ല. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് ചിലപ്പോൾ വിറ്റിട്ട് വേറെ സ്ഥലത്തേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം പിന്നെ അതിൽ പണിയൊന്നും നോക്കിയിട്ടില്ല. ഞങ്ങൾ ചുറ്റുമതിൽ കെട്ടിയിരുന്നു കേട്ടോ. ഫുള്ളായിട്ട് ചുറ്റുമതിൽ കെട്ടിയതാണ്. ഫുള്ള് കാടും പൊന്തൊക്കെയാണ് എൻ്റെ വീടിൻ്റെ പരിസരം. തൊട്ടടുത്ത വീടിൻ്റെ തൊടിയാണിത്. പക്ഷെ ഫുള്ള് കാടാണ്. കൊതുക് ശല്യം നല്ലോണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഞങ്ങളുടെ വീടും പരിസരവും. എൻ്റെ വീട് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ലായിരുന്നു. എന്താ, ചെറിയൊരു വീട്. എന്താ, എൻ്റെ ഉള്ളിലേക്ക് കയറാണ്. വീട്ടിലൊക്കെ ഇതാണ് എൻ്റെ വിളക്ക് വയ്ക്കുന്ന സ്ഥലമാണ്. പൂജാ റൂമായിട്ടുള്ള ഇല്ല. എന്നാലും ചെറുതായിട്ടൊരു രീതിയിൽ ഞാൻ വിളക്ക് വയ്ക്കാണ്ട് ചെറിയൊരു സ്റ്റാൻഡ് വെച്ച് അതിലാണ് ഇരിക്കുന്നത്. രാത്രിയിൽ വിളക്ക് വയ്ക്കലൊക്കെ അതിലാണ്. പിന്നെ ഇത് ഞങ്ങളുടെ കിച്ചൺ. പിന്നെ കിച്ചൺ ഇടയ്ക്കൊക്കെ ഇതിൽ കാണാറുണ്ടല്ലോ. കിച്ചണൊക്കെ ആകെ പരന്നിരിക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇന്നൊരു ഒഴിവുള്ള സമയത്ത് എൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയപ്പോൾ പാത്രങ്ങളൊന്നും വയ്ക്കാൻ സ്ഥലമില്ല, എന്നിട്ടൊക്കെ ഇങ്ങനെ പരന്നിരിക്കുന്നതാണ്. എൻ്റെ വാർപ്പിൻ്റെ മുകളിൽ തെങ്ങ് 2 ഉണ്ട്. തെങ്ങ് കായ്ച്ച് നിൽക്കുന്നുണ്ടോ? 2 തെങ്ങുണ്ട് എൻ്റെ വീട്ടിൽ. ഇത് 2 നന്നായിട്ട് കായുണ്ട്. ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ അത്യാവശ്യത്തിനൊക്കെ കിട്ടും. പിന്നെ ഇതിൽ പിന്നെ കായൊന്നും വരാൻ തുടങ്ങിയിട്ടില്ല. ചെറിയ തെങ്ങാണ്. വീട് പരിസരമാണ് ഇതൊക്കെ. കണ്ടില്ലേ, ആകെ കാട്. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു, അതൊക്കെ പൊളിഞ്ഞാടിപ്പോൾ ആൾ താമസമില്ലാഞ്ഞിട്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പരിസരമൊക്കെ. ഭയങ്കര കൊതുകാണ്. വൈകുന്നേരം ആയാൽ ഇരിക്കാൻ പറ്റില്ല, അങ്ങനെ കൊതുകാണ്. ഉണ്ടോ, അടുത്തടുത്ത വീടുണ്ട്. ഫുള്ള് ഇതൊക്കെ കണ്ടോ വീടുകളുണ്ട്. പക്ഷേ ഇതൊന്നും എനിക്ക് കാണിക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല. പിന്നെ അവിടെ ഷെയ്ഖ് സായിദ് നഗർ കോളനിയാണ്. അവിടെ നിറയെ വീടുകളാണ്. അന്ന് ഞാൻ കുറച്ച് ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ളായിട്ട് കാണിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പരിസരം, വീടും ഒക്കെ. ഞാനെന്തായാലും നമ്മൾ ഫുഡ് ഐറ്റംസൊക്കെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല. അന്ന് ഞാൻ ഒന്നാമത് എൻ്റെ ഫോൺ ഇപ്പോൾ റേഞ്ച് കിട്ടുന്നില്ല. വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. ജിയോ സിമ്മാണ്. അപ്പോൾ തീരെ റേഞ്ച് കിട്ടുന്നില്ല. ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ തന്നെ അത് ഇന്ന് ചെയ്ത നാളേക്കൊക്കെയാണ് അപ്ലോഡ് ആവുന്നുള്ളൂ വീഡിയോ ഇട്ടാൽ. അത് കാരണം ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫോൺ പെട്ടെന്ന് മാറ്റണം, എങ്കിലേ ഇപ്പോൾ കാര്യം നടക്കുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ഞാനിടുന്ന വീഡിയോകളൊക്കെ ഒന്ന് കാണി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളത്
എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടായിരിക്കണം എന്ന് വീണ്ടും വീണ്ടും പറയാണ്. ഓക്കെ, ബൈ.